നിന്നോടൊരാൾ പറയുകയാണ്, നീ ഒരു അമേസിംഗ് പേഴ്സൺ ആണ്. അതിൽ സന്തോഷം കണ്ടെത്താതെ നിന്റെ ബ്രെയിൻ നിന്നോട് പറയും, അവർ ശരിക്കും അത് മീൻ ചെയ്തിട്ടുണ്ടാകുമോ? ഓർ ആർ ദേ ജസ്റ്റ് സേയിങ് ഇറ്റ്? ദിസ് ഈസ് ട്രസ്റ്റ് എറർ ഇൻസൈഡ് യുവർ ബ്രെയിൻ. അത് നിന്നെ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ അനുവദിക്കില്ല. നിന്റെ റിലേഷൻഷിപ്പിൽ അവർ ജെന്വൻലി നിന്നെ കെയർ ചെയ്യുന്നുണ്ടാകാം, നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടാകാം, അവർക്കറിയാവുന്ന എല്ലാ രീതിയിലും നിന്നെ സ്നേഹിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഇൻസൈഡ് സംതിങ് ഫീൽ ഓഫ്. നീ അവരുടെ വാക്കുകളെ ഓവർ തിങ്ക് ചെയ്യുന്നു, അവരുടെ ഇന്റൻഷൻസിനെ ഡൗട്ട് ചെയ്യുന്നു. സംടൈംസ് ഈവൻ their love feels heavy. A hug does not always feel comforting. A compliment feels suspicious. And closeness sometimes feels suffocating. നീ നിന്നോട് തന്നെ ചോദിക്കും, എനിക്ക് എന്താണ് പ്രശ്നം? പക്ഷേ അത് നിന്റെ കോൺഫിഡൻസിന്റെയോ സെൽഫ് എസ്റ്റീമിന്റെയോ ഇഷ്യൂ അല്ല. Not even about loving yourself more. This is about your nervous system. ബ്രെയിന് ഒരു മേജർ ജോബ് മാത്രമേ ഉള്ളൂ, നിന്നെ എന്നും സേഫ് ആക്കി വെക്കുക. അതുകൊണ്ട് എല്ലാ മൊമെന്റ്സിലും അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈസ് ദിസ് സേഫ് ഓർ ഈസ് ഇറ്റ് എ ത്രെറ്റ്? ബ്രെയിൻ എന്തെങ്കിലും ത്രെറ്റ് സിഗ്നൽ ഡിറ്റക്ട് ചെയ്താൽ അതിന് ടൈഗർ നിന്റെ പുറകെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഇമോഷണൽ ത്രെറ്റ്സ് ആയാലും മതി. മേ ബി എ ക്രിറ്റിസിസം, മേ ബി എ കമ്പാരിസൺ, maybe the feeling that you need to prove yourself to be loved. അത്തരം അവസ്ഥയിൽ നെർവസ് സിസ്റ്റം പ്രൊട്ടക്റ്റീവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സ്റ്റേജിൽ അറ്റൻഷൻ നാരോ ആകുന്നു, യുവർ ബോഡി ടൈറ്റൻസ്, ആൻഡ് നൗ ലവ് ഡസ് നോട്ട് ഫീൽസ് ലവ് എനിമോർ. ആരെങ്കിലും നിന്നോട് പറയുകയാണ്, ഐ ആം പ്രൗഡ് ഓഫ് യു. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് വാം, നിന്റെ മൈൻഡ് ചോദിക്കും, ഡു ദേ റിയലി മീൻ ഇറ്റ്? അത് ഇൻസെക്യൂരിറ്റി അല്ല, നിന്റെ ബ്രെയിൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിന്റെ നെർവസ് സിസ്റ്റം അൺസേഫ് ആയി ഫീൽ ചെയ്താൽ കണക്ഷൻ ബിക്കം എ റിസ്ക്. സോ ഇൻസ്റ്റെഡ് ഓഫ് റിസീവിംഗ് ലവ് യു സ്റ്റാർട്ടഡ് ചേസിംഗ് ഇറ്റ്. നീ കൂടുതൽ ഹാർഡായി ട്രൈ ചെയ്യും, പ്രൂവ് മോർ ഓർ ഓവർ തിങ്ക് എവറിത്തിങ്. പക്ഷേ ദ മോർ യു ചേസ് ദ മോർ ഡിസ്റ്റൻസ് ഇറ്റ് ഫീൽസ്, വിച്ച് മീൻസ് യു ആർ നോട്ട് ലാക്കിംഗ് ലവ്, ദ സിസ്റ്റം ഈസ് ലാക്കിംഗ് സേഫ്റ്റി. നിനക്ക് വേണ്ടത് മോർ അറ്റൻഷനോ മോർ വാലിഡേഷനോ ഒന്നുമല്ല. യു വോണ്ട് ടു ഫീൽ സേഫ് ഇനഫ് ടു റിസീവ് ലവ്. നമുക്കിനി എ ഹെൽത്തി കണക്ഷന്റെ മിസ്സിംഗ് ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോസ് ആൻഡ് റിട്ടേൺ. പല സമയത്തും ആരെങ്കിലും നിന്നെ ലവ്ലിംഗ്ലി അപ്രോച്ച് ചെയ്താൽ നിന്റെ മൈൻഡ് ആദ്യം ചോദിക്കുന്നത്, ഡു ദേ റിയലി മീൻ ഇറ്റ്? വാട്ട് ഇഫ് ദിസ് ചേഞ്ചസ്? ഡു ഐ ഡിസേർവ് ദിസ്? പക്ഷേ ആദ്യം നടക്കുന്നത് മറ്റൊന്നാണ്. നെർവസ് സിസ്റ്റം മില്ലി സെക്കൻഡ്സിലാണ് റിയാക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇത്തരം തോട്ട്സ് ഉണ്ടാകും. അതിനാൽ തോട്ട്സിനെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് അറ്റൻഷൻ നിന്റെ ബോഡിയിലേക്ക് കൊണ്ടുവരാം. യുവർ ചെസ്റ്റ്, ബ്രെത്ത്, സ്റ്റൊമക്ക്. ബിക്കോസ് സേഫ്റ്റി ഈസ് നോട്ട് ബിൽഡ് ഇൻ യുവർ തോട്ട്സ്, ഇറ്റ് ബിൽഡ് ഇൻ യുവർ അവയർനെസ്. സ്റ്റോപ്പ് പെർഫോമിംഗ്, സ്റ്റാർട്ട് റിസീവിംഗ്. നിന്റെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി യു ട്രൈ ടു ബി പെർഫെക്റ്റ്. സേ ദ റൈറ്റ് തിങ്സ്, നോട്ട് ബി ടു മച്ച്, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദ ലവ് സ്റ്റേ. ബട്ട് ഇങ്ങനെ ചെയ്യുന്നത് ബ്രെയിൻ ഒരു കാര്യം പഠിക്കുന്നു, എനിക്ക് ലവ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ലവ് ഏൺ ചെയ്യണം. അടുത്ത തവണ ആരെങ്കിലും നിന്നെ കെയർ ചെയ്താൽ പെർഫെക്റ്റ് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി ദിയർ. ഡോണ്ട് ഫിക്സ് ഇറ്റ്, ഡോണ്ട് ക്വസ്റ്റ്യൻ ഇറ്റ്, ഡോണ്ട് പ്രൂവ് എനിത്തിങ്. കാരണം റിയൽ സേഫ്റ്റി ബിൽഡ് ചെയ്യുന്നത് ഐ ആം അക്സെപ്റ്റഡ് വിത്തൗട്ട് പെർഫോമിംഗ് എന്ന് ബ്രെയിനിന് മനസ്സിലാകുമ്പോൾ മാത്രമാണ്. സ്മോൾ സേഫ്റ്റി സിഗ്നൽസ്. സേഫ്റ്റി ഉണ്ടാകുന്നത് ബിഗ് മൊമെന്റ്സിൽ മാത്രമല്ല, ചെറിയ സിഗ്നൽസ് ബിൽഡ് ചെയ്യുമ്പോഴാണ്. ലൈക്ക് ഓവർ തിങ്ക് ചെയ്യാതെ ഒരാളുടെ കൂടെ കാമായിരിക്കുമ്പോൾ, ഒരു കോംപ്ലിമെന്റ് റിജക്റ്റ് ചെയ്യാതെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, സിറ്റുവേഷൻസിൽ ഇമീഡിയറ്റ്ലി റിയാക്ട് ചെയ്യാതെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഓരോ ചെറിയ മൊമെന്റ്സും ബ്രെയിനോട് പറയുന്നു, ഞാൻ സേഫ് ആണ്. ഐ ഡോണ്ട് നീഡ് ടു ബി പ്രൊട്ടക്ട് മൈ സെൽഫ് ഹിയർ. സ്ലോലി ആൻഡ് ഗ്രാജുവലി ലവ് എന്നത് പ്രഷറായി ഫീൽ ചെയ്യാതെ ഇറ്റ് സ്റ്റാർട്ടഡ് ഫീലിംഗ് ലൈക്ക് എ ഹോം. കണക്ഷൻ എന്നത് നാച്ചുറൽ ആയി മാറുന്നു, നോട്ട് സംതിങ് യു ഹാവ് ടു ചേസ്. The deepest connection you will ever experience does not start with another person. It starts with the nervous system that finally feels safe. ഇത് നിന്റെ സ്റ്റോറിയായി നിനക്ക് ഫീൽ ചെയ്തു എങ്കിൽ കമന്റ് സേഫ്. ആൻഡ് ആരെങ്കിലും നിന്നെ ലവിംഗ്ലി അപ്രോച്ച് ചെയ്താൽ നിനക്ക് ആദ്യം ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? കമന്റ് ബിലോ. I will see you on the safe side of you.